പ്രിയപ്പെട്ടവരെ, മുജീബാണ്. യാസർ ഭക്ഷണം കഴിക്കുകയാണ്. റയാനും കൂടെയുണ്ട്. യാസറിൻ്റെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ കുഴിമന്തിയാണ് അവനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കൊട്ടിയത്ത് കണ്ണനല്ലൂർ റോഡിലെ ഒരു റെസ്റ്റോറൻ്റാണിത്. ദോഷം പറയരുതല്ലോ, കുഴിമന്തി നല്ല രുചികരമായിരുന്നു. കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് കരുതുന്നു, യാസർ ഓട്ടിസം ബാധിതനാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ പലപ്പോഴും ഇതുപോലെ 4 ആൾ കൂടുന്ന ഇടങ്ങളിൽ കൊണ്ടുപോകാൻ മടിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ രൂപത്തിലോ ഭാവത്തിലോ അസ്വാഭാവികതയൊന്നും തോന്നാത്ത ഈ കുട്ടികൾ മറ്റുള്ളവർക്ക് അസ്വാഭാവികം എന്ന് തോന്നുന്ന തരത്തിൽ പെരുമാറുകയും പൊതുസമൂഹം അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. ഈ കുഞ്ഞുങ്ങൾ അവരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ തുടങ്ങി എല്ലാ വികാരങ്ങളും ഏത് സാഹചര്യത്തിലും തുറന്ന് പ്രകടിപ്പിക്കുന്നവരാണ്. ആ പ്രകടിപ്പിക്കലാണ് നമ്മൾ ഈ കാണുന്നത്. യാസറിന് ഇഷ്ടമുള്ള ഒരു വിഭവം എന്ന നിലയിൽ ആ ഭക്ഷണം യാതൊരു ഔപചാരികതകളുമില്ലാതെ ആസ്വദിച്ച് കഴിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പലപ്പോഴും പൊതുസമൂഹത്തിൽ പലയിടത്തും കാണുവാനിടയാകുമ്പോൾ അവരോട് സഹതപിക്കുകയല്ല വേണ്ടത്. നമുക്ക് അസ്വാഭാവികം എന്ന് തോന്നുന്ന തരത്തിലുള്ള അവരുടെ പെരുമാറ്റം കാണുമ്പോൾ അവർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണെന്നും അവർ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളും പൊതുസമൂഹത്തിൻ്റെ പരിഗണന അർഹിക്കുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കളും ആ കുഞ്ഞുങ്ങളെ യാതൊരു മടിയും കൂടാതെ പൊതുസമൂഹത്തിൽ നിരന്തരം അവതരിപ്പിക്കുക തന്നെ വേണം. അതുവഴി സമൂഹത്തിന് ഈ കുട്ടികളുടെ ദിനചര്യകളെയും ജീവിത രീതികളെയും പറ്റി അവബോധം ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി.